വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സോഷ്യോമെട്രിയെ കുറിച്ചാണ്. അപ്പം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സോഷ്യോമെട്രി എന്താണ് ഇതിൻ്റെ യൂസസ്, അപ്പം ഈ ഡെഫിനിഷനും യൂസസും ഒരേപോലെ പഠിച്ചു വയ്ക്കുക. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സോഷ്യോഗ്രാമും സോഷ്യോമെട്രിക് മെട്രിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇനി മൂന്നാമതായിട്ട് വരാൻ ചാൻസ് ഉള്ള ചോദ്യം എന്ന് പറയുന്നത് പാറ്റേൺസ് ഉണ്ട്, ക്ലിക്സ്, സ്റ്റാർസ്, റിജക്റ്റഡ്, ഐസൊലേറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഓരോന്നും 2 മാർക്കിൽ ചോദിക്കാം. പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ യൂസസ്, ഞാൻ പറഞ്ഞു യൂസസ് ഡെഫിനിഷൻ്റെ കൂടെ പഠിച്ചു വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. സോഷ്യോമെട്രി, സോഷ്യസ് എന്നുള്ള വാക്കിൽ നിന്നും മെട്രം എന്നുള്ള വാക്കിൽ നിന്നുമാണ് ഈ സോഷ്യോമെട്രി എന്നുള്ള വാക്ക് വന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ അളക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ടെസ്റ്റ് ആണ് സോഷ്യോമെട്രി. അപ്പോൾ നമുക്കിതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് വേ ഓഫ് മെഷറിംഗ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. ഒരു ഗ്രൂപ്പിൽ എത്രത്തോളം ആളുകൾ തമ്മിൽ റിലേറ്റഡ് ആണ്, അവരുടെ ഇൻട്രാക്ഷൻ, അവരുടെ റിലേഷൻഷിപ്പ്, ഇതിൻ്റെ ഒരു ഡിഗ്രിയാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഇനി സോഷ്യോമെട്രി കൊണ്ടുവന്നത് ജേക്കബ് എൽ മൊറീനോ ആണ്. ഇനി അതിൻ്റെ കൂടെ വേണമെങ്കിൽ എച്ച് ജെന്നിങ്സ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് നോർമലി ബി.എഡിന് മൊറീനോയുടെ കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പം കോയിൻ ചെയ്തതും ഇതിനെക്കുറിച്ച് എക്സ്റ്റെൻസീവായിട്ട് സ്റ്റഡി ചെയ്തതൊക്കെ ജേക്കബ് എൽ മൊറീനോ ആണ്. നമുക്കിനി എന്ത് ക്രൈറ്റീരിയയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ സോഷ്യൽ റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട്, അതിപ്പം എങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ് ഒരു ക്ലാസ്സിൽ, ഇപ്പം എത്ര പേര് അവനെ അപ്രൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവനെ ചൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് അവനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചേഞ്ചൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബിഹേവിയർ, അസസ്മെൻറ്റ് ഓഫ് ബിഹേവിയർ ആണ് നമ്മളുടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ തന്നെ കുറേ അധികം പോയിന്റ്സ് പറഞ്ഞു. ഏതെങ്കിലും 2, 3, 4 പോയിന്റ്സ് എങ്കിലും ഓർത്തിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്രൈറ്റീരിയയിലേക്ക് വരാം. ഞാൻ പറഞ്ഞു നമ്മളൊരു 10 കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. അവർക്ക് ഒരു സെറ്റ് ഓഫ് പോസിറ്റീവ് ചോദ്യങ്ങളും നെഗറ്റീവ് ക്വസ്റ്റ്യൻസും കൊടുക്കുന്നു. എന്നിട്ട് പരസ്പരം ചൂസ് ചെയ്യാനായിട്ട് ഈ 10 പേരിൽ നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യുന്നത് ഓരോ ക്വസ്റ്റ്യനും. ഇതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോമെട്രി. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ക്രൈറ്റീരിയയിൽ നമ്മൾ പ്രധാനമായിട്ടും കുട്ടികൾ, ഞാൻ എക്സാമ്പിൾസ് ആണ് പറയുന്നത്, കുട്ടികൾക്ക് ആരുമായിട്ടാണ് കൂടുതൽ ആയിരിക്കുവാനായിട്ട് ഇഷ്ടം, അല്ലെങ്കിൽ ആരുമായിട്ടാണ് ഫുഡ് ഷെയർ ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ ആരുമായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം, ആരുമായിട്ട് പഠിക്കാനാണ് ഇഷ്ടം, ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പോസിറ്റീവ് ക്രൈറ്റീരിയയിൽ നമ്മൾ ചോദിക്കുന്നത്. ഇനി നെഗറ്റീവ് ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ആരെയാണ് കുട്ടികൾ റിജക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിക്കാനായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടാത്തത് ആരുമായിട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തത് ആരുമായിട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഒരു ക്ലാസ്സിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊന്ന് നോക്കാം. ഇപ്പം ഞാനൊരു ഏകദേശം ഒരു 10 സ്റ്റുഡൻസിനെ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തു. എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ആരുമായിട്ടാണ് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം ജി എന്താണ്, എ സെലക്ട് ചെയ്തു, എ ബി എ സെലക്ട് ചെയ്തു, വീണ്ടും എഫ് സി എ സെലക്ട് ചെയ്തു, ഇയും സി എ സെലക്ട് ചെയ്തു, ഡിയും സി എ സെലക്ട് ചെയ്തു. അപ്പം ഈ പാറ്റേൺസിന് നോക്കിക്കൊള്ളുക. ആരും സെലക്ട് ചെയ്യാത്ത കുറച്ച് പേരുണ്ട്, എല്ലാവരും സെലക്ട് ചെയ്ത കുറച്ച് പേരുണ്ട്, ആരും മൈൻഡ് ചെയ്യാത്ത കുറച്ച് പേരുണ്ട്. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആളുകൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഇതൊക്കെല്ലാം നമ്മൾ ഈ എല്ലാ പാറ്റേൺസ് നമുക്ക് ഓരോ പേരുകൾ വെച്ച് പഠിക്കാനുണ്ട്. ഈ ഡേറ്റ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 2 രീതികളുമുണ്ട്. അപ്പം ഇതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഈ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 2 രീതികളുണ്ട്. ഒന്ന് സോഷ്യോമെട്രിക് മെട്രിക്സ് അല്ലെങ്കിൽ സോഷ്യോമെട്രിക്സ്, രണ്ടാമതായിട്ട് സോഷ്യോഗ്രാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ്, ഈ നമ്മുടെ ഡേറ്റയുടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മാപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് നൽകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യോഗ്രാം. അതിനെ വിളിക്കുന്ന പേരാണ്, ഇപ്പം ഞാനിപ്പം നാടെ എ ബി എ സെലക്ട് ചെയ്തു, ബി സി എ സെലക്ട് ചെയ്തു, ബി എ ഡി സെലക്ട് ചെയ്തു. ഇങ്ങനെ ഞാൻ പറയുകയാണ്, അതൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റയാണ്, അല്ലെങ്കിൽ മാപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ്. അതാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. ഇനി സോഷ്യോമെട്രിക്സ് എന്താണ്? ടാബുലാർ റെപ്രസെൻറ്റേഷൻ ഇൻ മെട്രിക്സ് ഫോം. ഇപ്പം നമ്മളൊരു ടേബിൾ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്, ടേബിൾ അല്ലെങ്കിൽ മെട്രിക്സ് ഫോം. നമുക്ക് ഈ ഡെഫിനേഷനിലൊരു കുഴപ്പമുണ്ട്, 2 രീതിയിലും പറഞ്ഞു വെക്കാറുണ്ട്. നമ്മൾ ടേബിൾ ഇപ്പം എ ബി സി ഡി നമ്മൾ 2 ടേബിൾ വരച്ചിട്ട് ആരെ സെലക്ട് ടിക്ക് ചെയ്ത് വെക്കുന്നത്, അതെല്ലാം ടേബിളാർ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ മെട്രിക്സ് പഠിച്ചിട്ടില്ലേ, അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിലും അത് സോഷ്യോമെട്രിക്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടാബുലാർ റെപ്രസെൻറ്റേഷൻ ഇൻ മെട്രിക്സ് ഫോം എന്ന് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഡേറ്റയെ ടാബുലാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. 2 ഡെഫിനിഷനും തമ്മിലുള്ള വൈരുദ്ധ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. അപ്പം ഇതാണ് സോഷ്യോമെട്രിക് മാട്രിക്സും സോഷ്യോഗ്രാമും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പാറ്റേൺസ് ഓഫ് റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. അപ്പം എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഒരു പോസിറ്റീവ് ചോദ്യമായിരുന്നു. ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ
ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നത്. അപ്പം കുട്ടികളെല്ലാവരും, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 10 കുട്ടികളെ സെലക്ട് ചെയ്തു. ഏകദേശം 7 കുട്ടികളും ഒരാളുടെ പേരാണ് എഴുതി വെച്ചത്. ഒരാളുടെ പേര് എഴുതി വെച്ചു, അതിനുള്ള കാര്യവും പറഞ്ഞു. അപ്പം ഈ ഒരാളാണ് ആ ക്ലാസ്സിലെ സ്റ്റാർ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പേര് പോസിറ്റീവ്ലി നോമിനേറ്റ് ചെയ്ത ആളെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ. അപ്പം ഇദ്ദേഹം തന്നെയാണ് ആ ക്ലാസ്സിലെ സെൻറ്റർ അല്ലെങ്കിൽ ഹബ് ഓഫ് അട്രാക്ഷൻ. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഒരു സോഷ്യൽ ബിഹേവിയർ വരുമ്പം ആ വ്യക്തിയാണ് കൂടുതൽ പേരുടെയും ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ട് നിലകൊള്ളുന്നത്. അപ്പം അത് തന്നെയാണ് സ്റ്റാർസ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. അപ്പം ഞാൻ ഈ 4 പോയിന്റ് പറഞ്ഞു, ഒരു 2 പോയിന്റെങ്കിലും ഓർത്തിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഒരു പോസിറ്റീവായിട്ട് ഏറ്റവും കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. രണ്ടാമതായിട്ട് ഹി ഈസ് ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ആ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് സ്റ്റാർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ഐസൊലേറ്റ്സ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ആരും നോമിനേറ്റ് ചെയ്യാത്ത ആളെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റ്. പോസിറ്റീവായിട്ട് ആരും നോമിനേറ്റ് ചെയ്യുന്നില്ല, ഫ്യൂ അല്ലെങ്കിൽ ഒരു ചോയ്സുമില്ല, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചോയ്സുമില്ല, അതിനെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റ്. അപ്പം നമുക്ക് ഐസൊലേറ്റഡും ഗോസ്റ്റും റിജക്റ്റഡും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഐസൊലേറ്റഡ് എന്താണ്? ആരും പോസിറ്റീവായിട്ട് നോമിനേറ്റ് ചെയ്യുന്നില്ല. ഇനി റിജക്റ്റഡോ? ഏറ്റവും കൂടുതൽ പേര് നെഗറ്റീവായിട്ട് നോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് നോമിനേഷൻ വളരെ കുറവ്. ഇങ്ങനെയുള്ളവർ വിളിക്കുന്ന പേരാണ് റിജക്റ്റഡ്. അപ്പം ഞാനിത് വ്യത്യാസം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഐസൊലേറ്റ് ആണെങ്കിൽ ആരും പോസിറ്റീവായിട്ട് നോമിനേറ്റ് ചെയ്യുന്നില്ല. ഇനി ആരും മൈൻഡ് ചെയ്യാത്തൊരു സെക്ഷനുണ്ട്. ക്ലാസ്സിൽ പ്രേതങ്ങളെ പോലെ വന്നിരിക്കുന്ന കുറച്ച് സെക്ഷനുകളല്ലേ, അവരുടെ എക്സിസ്റ്റൻസ് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരാണ് ഗോസ്റ്റ് എന്ന് പറയുന്നത്. ആരും അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പം ഐസൊലേറ്റഡ് ആണെങ്കിൽ പോസിറ്റീവ് നോമിനേറ്റ് ചെയ്യാത്ത ആളുകൾ. ഇനി പോസിറ്റീവ് നോമിനേറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, 1-2 ചോയ്സൊക്കെ വന്നു കാണും, പക്ഷേ ഇനി ആരും മൈൻഡ് ചെയ്യാത്ത ആളുകളാണ് ഗോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി റിജക്റ്റ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ പേര് നെഗറ്റീവായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളുടെ കുഴപ്പം എന്തായിരിക്കും? അവർക്ക് എന്താണ്? പോസിറ്റീവ് ട്രെയ്റ്റ്സ് ഒന്നുമില്ല. അവർക്ക് എന്താണ്? ഇഷ്ടപ്പെടാനായിട്ട്, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാനായിട്ട് യാതൊരുവിധ കാര്യവുമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കിൽസ് ഇല്ലാത്ത കുട്ടികൾ. ഇനി നമുക്ക് പ്രധാനമായിട്ടും മ്യൂച്വൽ പെയർസ് എന്നുള്ള പാറ്റേൺ ആണ് പഠിക്കാനുള്ളത്. അപ്പം മ്യൂച്വൽ പെയർസ് എന്ന് പറയുന്നത് ദിസ് കൺസിസ്റ്റ് ഓഫ് പെയർസ് ഓഫ് സ്റ്റുഡൻസ് ഹു ചൂസ് ഈച്ച് അതർ. അപ്പം നമ്മൾ 10 കുട്ടികളെ സെലക്ട് ചെയ്തു അല്ലേ. അപ്പം എന്താണ്? ബി എ സെലക്ട് ചെയ്തു, ബി തിരിച്ച് എ സെലക്ട് ചെയ്തു. ഇതാണ് മ്യൂച്വൽ പെയർ എന്ന് പറയുന്നത്. മ്യൂച്വൽ പെയർ. അപ്പം മ്യൂച്വൽ പെയർസിൽ 2 പേരേ ഉള്ളൂ, 2 പേരെ വരത്തുള്ളൂ. അപ്പം ബി എ സെലക്ട് ചെയ്തു, ബി എ സെലക്ട് ചെയ്തു. ഇതേപോലെ തന്നെ സി ഡി എ സെലക്ട് ചെയ്തു, ഡി സി എ സെലക്ട് ചെയ്തു. ഇനിയാണ് പ്രധാനപ്പെട്ട വ്യത്യാസം, ക്ലിക്സും മ്യൂച്വൽ പെയർസും തമ്മിലുള്ള വ്യത്യാസം. നമുക്കറിയാം മ്യൂച്വൽ പെയറിൽ 2 പേരെ വരുന്നുള്ളൂ. ഇനി ക്ലിക്സിൽ നമ്മൾ എന്താണ്? 3 അല്ലെങ്കിൽ അതിലധികം വ്യക്തികൾ, ഈ 10 പേരിൽ അല്ലെങ്കിൽ ഒരു ലാർജർ ഗ്രൂപ്പിലെ 3 അല്ലെങ്കിൽ അധികം വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യുകയാണ്, മ്യൂച്വൽ ചോയ്സസ് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലിക്സ്. അപ്പോൾ എന്താണ്? ഒരു വലിയ ഗ്രൂപ്പിലെ ഒരു ചെറിയ ഗ്രൂപ്പ്, 3 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു ഗ്രൂപ്പ്, അവർ പരസ്പരം സെലക്ട് ചെയ്യുകയാണ്, മ്യൂച്വൽ ചോയ്സസ് ആണ്. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ക്ലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിക്സ് സാധാരണഗതിയിൽ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ കൂടെയാണ്. ഇനി നമുക്ക് അവസാനമായിട്ടും ചെയിൻസ് ഉണ്ട്. ചെയിൻസ് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ബി എ സെലക്ട് ചെയ്തു, ബി സി എ സെലക്ട് ചെയ്തു, സി ഇൻ ടേൺസ് സെലക്ട്സ് ഡി. അപ്പോൾ എന്താണത്? 1 person നോമിനേറ്റ്സ് അനദർ, ഹു ഇൻ ടേൺസ് നോമിനേറ്റ് അനദർ ചൈൽഡ്. ഇപ്പം ഞാൻ രാമിനെ സെലക്ട് ചെയ്തു, രാമാണെങ്കിൽ കല്യാണിനെ സെലക്ട് ചെയ്തു. ഈ രീതിയിൽ പോകുന്നു, ഒരു ചെയിനായിട്ട്, സെലക്ഷൻ്റെ ചെയിനായിട്ട് പോകുന്നു. അപ്പം ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട പാറ്റേൺസ്. ഇനി നമുക്ക് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഞാൻ യൂസ് പറഞ്ഞിരുന്നു, ഒന്നും കൂടെ യൂസ് എന്ന് പറഞ്ഞുതരാം. ടു ഫൈൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ് ആണ് ഒന്നാമത്തെ പോയിന്റ്. 2, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ സോഷ്യോഗ്രാം അല്ലെങ്കിൽ സോഷ്യോമെട്രിക്സ് വരയ്ക്കും, നമുക്കൊരു ആകെ മൊത്തത്തിലുള്ളൊരു വിലയിരുത്തലാണ് ക്ലാസ്സിൻ്റെ. ഇനി മൂന്നാമതായിട്ട് ടു ഐഡൻറ്റിഫൈ ഡിസ്റ്റൻസ് ഓർ ക്ലോസ്നെസ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുവാനായിട്ട്. ഇനി നമ്മുടെ എന്താ പറയുന്നത്, ഒരു കമ്പനി ആകട്ടെ, ഒരു ക്ലാസ് ആകട്ടെ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു കളിക്കളമാകട്ടെ, ഇവിടെല്ലാം നമുക്ക് സോഷ്യോ മെട്രി സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി ഇതെങ്ങനെ വന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ പുറം രാജ്യത്തൊക്കെ ഇപ്പം അമേരിക്ക പോലൊരു രാജ്യം, അവിടെ എന്താണ്? വൈറ്റ്സും ഉണ്ട് ബ്ലാക്സും ഉണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷനെ കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ടാസ്കിനൊക്കെ ഉപയോഗിക്കുന്നത് സോഷ്യോ മെട്രി തന്നെയാണ്. അപ്പം ഇത്രയുമാണ് സോഷ്യോമെട്രി, സോഷ്യോഗ്രാം, സോഷ്യോമെട്രിക്സ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ക്ലാസ്. അപ്പം ശ്രദ്ധിച്ച് നോക്കുക. 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്ക്
5 മാർക്കിന് ഡിഫറൻസ് ചോദിക്കാം, യൂസസ് ചോദിക്കാം. അപ്പം ഇത്രയും അധികം കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനാണ്. 1 മാർക്ക് പോലും ലൂസ് ചെയ്യാതെ ശ്രദ്ധിക്കുക. അപ്പം താങ്ക്സ്.